ഒരുത്തൻ 10 വർഷം ഭരിച്ചിട്ട് അവൻ നാട് കുട്ടിച്ചോറാക്കിയിട്ട് പോയി. അടുത്തവൻ കയറി ഇങ്ങനെ ആക്കിയത്. ഇത് വളരെ മോശമായി പോയി, വളരെ മോശം. പൊക്കോണ്ടിരിക്കുക മെയിൻ റോഡ് കേക്കാറോട് പോയി വണ്ടി പോകുന്ന വണ്ടിയായത്. ഈ വണ്ടിയുടെ അവസ്ഥയായത്. ഇതിന് ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? ഇതൊന്നുമില്ലാതെ ഇങ്ങനൊരു വെറും തെണ്ടിത്തരം ഇങ്ങനെ കാണിക്കുന്നത്, വെറും തെണ്ടിത്തരം. കിട്ടിയതൊന്നും പോരെ എന്റെ ചേട്ടന്മാരെ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. കിട്ടിയതൊന്നും പോരെ. ഒരുത്തൻ 10 വർഷം ഭരിച്ച് കുട്ടിച്ചോറാക്കി പോയി എന്നുള്ളതാണ്. എന്താ കുട്ടിച്ചോറാക്കിയേ? നിങ്ങളുടെയൊക്കെ ബസ്സിൽ എപ്പോഴെങ്കിലും ആ ഒരുത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ ബസ്സിൽ ആളുകൾ കയറാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിന്റെ പുറത്താണ് താങ്കൾ ഇങ്ങനെ ഒരുത്തൻ കുട്ടിച്ചോറാക്കി എന്ന് പറയുന്നത്? നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കുട്ടിച്ചോറാക്കിയത് ആ ഒരുത്തനാണോ അതോ ഇപ്പോഴുള്ള ആളുകളാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെന്താ മറന്നു പോകുന്നത്? വെറും 30 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ചുമ്മാ 30 ദിവസമല്ലേ ആയിട്ടുള്ളൂ. വെറും 30 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളടക്കമുള്ള ബസ്സുകാരെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാകാൻ കാരണം ഇതിനു മുമ്പ് ഭരിച്ച പിണറായി വിജയനാണോ? അതെങ്ങനെയാണ്? എനിക്കതിൻ്റെ ഒരു കണക്ക് മനസ്സിലാവുന്നില്ല. ആ കണക്ക് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ബസ്സിൽ ഒരാൾ പോലും കയറാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. പ്ലീസ് ആൻസർ മീ. എനിക്ക് ഉത്തരം തരണം. ഇത് കേക്ക്. കാണൂ, ബസ് കാണൂ. കോട്ടയത്ത് നിന്ന് കോട്ടയം മുണ്ടക്കയം കുഴിമാവ് ഓടുന്ന വണ്ടിയായി. ഈ വണ്ടിയുടെ അവസ്ഥയായിട്ട് കണ്ടോ? ഈ റേക്കറോടിൽ നിൽക്കുന്ന ഒരൊറ്റ മഞ്ഞ ഒരൊറ്റ പെണ്ണുങ്ങൾ പോലും ഈ വണ്ടിയിൽ കയറി എടുക്കുന്നില്ല. എല്ലാം സ്റ്റോപ്പിൽ മാറി നിൽക്കുക. സർക്കാരിന്റെ നിയമവും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ഇങ്ങനത്തെ മനുഷ്യൻ ഈ വണ്ടിപ്പണിക്കാരോട് ഇങ്ങനത്തെ കൊടുക്കുക ഞങ്ങൾക്ക് വീട്ടിൽ ചിലവടക്കട്ടെ, ഞങ്ങൾക്ക് വീട്ടിൽ അരി വാങ്ങിക്കട്ടെ. ഈ സങ്കടം പറയുന്ന ഇത്തരം ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ എവിടെയായിരുന്നു? എനിക്കത് മനസ്സിലാവാത്ത. ഇവര് എല്ലാ സർക്കാർ ബസ്സിനും ഫ്രീ കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞേ. അതെന്തായാലും പാലിച്ചില്ല. സർക്കാർ ബസ്സിലെ എല്ലാ KSRTCയിലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ അടിക്കാമെന്നാ പറഞ്ഞേ. അതെന്തായാലും പാലിച്ചില്ല. നിങ്ങളുടെ മഹാഭാഗ്യം അല്ലേ? അന്ന് KSRTC ബസ്സിൽ ഫ്രീ നൽകുമെന്ന് പ്രഖ്യാപിച്ച ആ നിമിഷം ഒരല്പം നിങ്ങളൊക്കെ ചോറിന് തല കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നെഞ്ചത്തോട്ടിട്ടാണല്ലോ പഹയന്മാരെ അടിക്കാൻ പോകുന്നേ എന്ന് എന്തേ നിങ്ങൾക്ക് ബോധം ഉണ്ടായില്ല? ആ സമയത്ത് അതിന്റെ കൊള്ളാം, അടിപൊളി തീരുമാനം, വിജയിക്കട്ടെ, UDF വരണം, ഞങ്ങൾ കുറച്ച് പടക്കം വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് പൊട്ടിക്കണം എന്ന് പറയില്ലായിരുന്നോ? ഈ തിന്ന ചോറിന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ ഏതൊരുവിനെ ആലോചിച്ചാൽ കിട്ടൂലടോ. ഇത് നമുക്ക് പണി തരാനുള്ളതാണല്ലോ പടച്ചോനെ. KSRTCക്ക് മുഴുവൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഐലാൻഡ് പോവില്ലേ? ഐലാൻഡ് പോവാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അരുകുടി മുട്ടുമല്ലോ, നമ്മുടെ വീട് പട്ടിണിയാവുമല്ലോ എന്ന് അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ആ ഒരു ബോധമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കൂടി വീണ്ടും പിണറായി വിജയൻ ഗവൺമെന്റിനെ തന്നെ അധികാരത്തിൽ കയറ്റുമായിരുന്നില്ലേ? എന്തേ അങ്ങനെ ആർക്കും അന്നും തോന്നിയില്ല? ഒന്നുകൂടി കേൾക്കുക. ഈ വണ്ടി ഞങ്ങളുടെ വണ്ടി കാലിയാ. ഈ വണ്ടി കാലിയാ. ഈ വണ്ടി കാലിയുമ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യും? കാലിയാണ്. ഇത് സർക്കാരിന്റെ വലിയ ചതിയായിപ്പോയി. ഈ ഞങ്ങൾ തന്നെ കൂട്ടത്തിൽ വന്ന് വോട്ടും ചോദിച്ചിട്ട് ഈ പറയുന്ന ജയിച്ച സ്ഥാനാർത്ഥികളോ അല്ലെ മന്ത്രിമാരായാലോ MLA ആരും ഈ വീടുകൾ കയറാനൊന്നും ഇല്ലായിരുന്നു. അല്ല ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പട്ടി കളയുന്നവരെ കിടന്ന് അലഞ്ഞിട്ട് ഈ വണ്ടി ഈ വണ്ടി നല്ല എല്ലാം. അപ്പൊ എങ്ങനെയുണ്ട് ഈ പറയുന്ന മനുഷ്യൻ? VD സതീശനടക്കമുള്ള കോൺഗ്രസ്സുകാർക്ക് വോട്ട് തേടാൻ വേണ്ടിയിട്ട് വീടുകളൊക്കെ തെണ്ടി ഇറങ്ങിയ ആളാ. പറയുന്നൊരു UDF ആനാ. UDFകാർക്കും മടുത്തു എന്നർത്ഥം. വെറും 30 ദിവസം കൊണ്ട് 1, 2, 3 ഒരു 0. വെറും 30 ദിവസം കൊണ്ട് UDFകാർക്കും മടുത്തു. ഇവരെ കഞ്ഞിയില് മണ്ണ് വാരിയിട്ടതുപോലെയായി അവർക്കിപ്പോ അനുഭവം. ഒരാളും ഇല്ല ബസ്സില്, ഒരാളും ഇല്ല. മെയിൻ റോഡ് കേക്കാറോട് പോയി വണ്ടി പോകുന്ന വണ്ടിയായത്. ഈ വണ്ടിയുടെ അവസ്ഥ ഒരാള് പോലും കേറുന്നില്ല. ഞങ്ങൾ ഇനി തന്നെ കെട്ടിത്തൂങ്ങി ചാവണം. ഈ വണ്ടിപ്പണിക്കാരെല്ലാം എല്ലാവരും തൊട്ടപ്പുറത്തെ KSRTC ബസ്സിന് കാത്തു നിൽക്കുകയാണ്. ഞാൻ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന പെണ്ണുങ്ങൾ പോലും സർക്കാരിന്റെ പ്രിയ. എന്തായാലും ഇവരങ്ങനെ പറയുന്നുണ്ടോ പറയുന്നില്ലേ എന്നുള്ളതൊക്കെ അവിടെ കെടുക്കട്ടെ. ഇതിനൊപ്പം വേറെ ചില അവർ തന്നെ പറയുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് കേൾക്കാമല്ലോ, അതും കേൾക്കണമല്ലോ. എവിടെ വരൂ,
കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധി നാൾക്കുനാൾ പറയണ്ട സംബന്ധിച്ചുള്ള ഒരു സവിശേഷ സാഹചര്യം. ഈ കാസർഗോഡ് ചെറിയ ഒരു പ്രദേശമാണ്. ഒരു വർഷത്ത് കടലും മറുവശത്ത് 50 കിലോമീറ്റർ പോകുമ്പോൾ കർണാടകയാണ് വരുന്നത്. ഇതിനകത്ത് ഈ ചെറിയ റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. ഇന്നൊക്കെ പ്രൈവറ്റ് ബസ് സർവീസ് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം 12,000 13,000 രൂപ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇപ്പോൾ 8,000 7,000 രൂപയാണ് കളക്ഷൻ വരുന്നത്. അതില് 80% ഡീസലാണ് കൊടുക്കേണ്ടത്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്ത ഒരു അവസ്ഥയായി. ആകെ ഓടുന്നത് ഇപ്പോൾ 300-350 ബസ്. എന്തെങ്കിലും ആക്കോട്ടെ, ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇങ്ങനെയൊക്കെ അധികം ദുരിതം പിടിച്ചു കഴിഞ്ഞിട്ടും എന്നിട്ട് അവസാനം കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയനെ നെഞ്ചത്തോട്ട് ആദ്യം കയറുന്നത്. എനിക്ക് അതാ ഭ്രാന്ത് പിടിക്കുന്നത്. അത് എന്നടാ ചെയ്തേ? പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് മാന്യമായിരിക്കും ഓടാൻ കഴിഞ്ഞില്ലേ? ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവർക്ക് അനുഭവിക്കാൻ വേണ്ടിട്ടോ. എന്നിട്ടും 10 വർഷം ഭരിച്ച എന്തായിരുന്നു ആ വാക്ക് ഒന്ന് കേക്കട്ടെട്ടാ. പ്രിയദർശിനി വണ്ടി കയറി പോവാ. ഒരു മിനിറ്റ് ഇതൊന്നും പറ. 10 വർഷം ഭരിച്ചിട്ട് അവൻ നാട് കുട്ടിച്ചോറാക്കിട്ട് പോയി. ആ ഒരുത്ത 10 വർഷം ഭരിച്ചിട്ട് നാട് കുട്ടിച്ചോറാക്കി പോയിന്ന്. നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരാ എൻ്റെ സുഹൃത്തുക്കളെ. ഒരു ഇദ്ദേഹം ഇത് പറയുന്നുണ്ട്, UDF വേണ്ടി വോട്ട് തണ്ടാനൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. ഇതാണ് എത്ര കിട്ടിയാലും മനസ്സിലാവില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ബബായ്, അനുഭവിച്ചോളി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ അടക്കമുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ മൂഞ്ചും, കുടുങ്ങും, മെനക്കെടാണ്, ജീവിതം കൊളാവും എന്നൊക്കെ അന്ന് പറഞ്ഞതാ. ആർക്കും ബോധ്യമായില്ല. ഇതാണ്ട് പ്രഖ്യാപിച്ചാണ്ട് കൈയടിച്ചാണ്ട് പാസ്സാക്കി, ഒപ്പം കൊണ്ടുപോയിട്ട് വോട്ടും കുത്തി. ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? 5 വർഷം സഹിക്കുക എന്നുള്ളതാണ്. ബബായ്.